മോഹൻദാസ് 1965 മുതൽ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. ഞാൻ കലാനിലയത്തിൽ അധ്യാപകനായിട്ട് 65 ചേർന്ന കൊല്ലം മുതൽക്ക് ഉള്ള സൗഹൃദമാണ്. കലാനിലയത്തിൻ്റെ പ്രസിഡൻ്റ് അന്ന് മോഹൻദാസിൻ്റെ അച്ഛൻ പുതൂർ അച്ചോമേനോൻ എന്ന് പറഞ്ഞിട്ട് ഒരു മഹാ എല്ലാം കൊണ്ടും പണ്ഡിതനും വല്ലാത്തൊരു പ്രതിഭയായിരുന്നു അദ്ദേഹം. ഞാൻ പരീക്ഷയ്ക്ക് പാസ്സായി ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലം എമ്പ്രാന്തിരി കലാമണ്ഡലത്തിൽ നിന്ന് ഇറങ്ങി. അന്ന് എൻ്റെ പുള്ളി പലപ്പോഴും പിന്നീട് പറഞ്ഞിട്ടുള്ള മാതിരി ശാന്തിയോട്ട് പഠിച്ചുമില്ല, പഠിച്ചുകൊണ്ടോട്ട് പ്രയോജനമില്ലാതായിപ്പോയി. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇരിഞ്ഞാലക്കുട വരുമ്പോൾ ആദ്യം ഇരിഞ്ഞാലക്കുട വന്ന് കലാനിലയത്തിലേക്ക് വരുമ്പോൾ തന്നെ റിപ്പോർട്ടുകൾ നല്ലതല്ല. കാരണം അദ്ദേഹത്തിന് എടുക്കേണ്ട പുള്ളി കുഴപ്പക്കാരനാണ്, എന്തിനാണ് എടുക്കണത്, പലരും അങ്ങനെയൊക്കെ വരണ്ടാതെ പോലും പറഞ്ഞിരിക്കുന്ന സമയത്താണ് അപ്പോൾ ഞങ്ങളൊക്കെ അങ്ങനെ വേണോ അങ്ങനെ സംശയിച്ചാൽ. അപ്പോൾ ആദ്യം വന്ന് കലാനിലയത്തിൽ ആദ്യം പാടുമ്പോൾ തന്നെ അത് കമ്മിറ്റിക്കാരൊക്കെ ഉണ്ട്, ഞങ്ങളൊക്കെ കുട്ടികളാണെന്ന് ചെറുപ്പമായിട്ട് മാറി ഒതുഞ്ഞെന്ന് എന്താ പാടുന്നത് കേൾക്കുകയാണ്. അന്ന് എമ്പ്രാന്തിരി ആദ്യത്തെ പാട്ട് കേട്ടപ്പോൾ തന്നെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, അതുവരെ തോന്നാത്തൊരടുപ്പം ആ ഗായകനോട് അന്നുണ്ടായി. അത് കഴിഞ്ഞ് എമ്പ്രാന്തിരി ഇവിടെ കുറക്കാലം ഇവിടെ 2-2.5 കൊല്ലം കലാനിലയത്തിൽ അധ്യാപകനായിട്ടും അത് കഴിഞ്ഞ് കുറക്കാലം ഇവിടെ അധ്യാപകനല്ലാതിരുന്ന കാലത്ത് വളരെ അടുത്ത ബന്ധം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എമ്പ്രാന്തിരിയുടെ വളർച്ച വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയായിരുന്നു. അത് വളരെ വാശിയോട് കൂടിയിട്ടാണ് കലാനിലയത്തിൽ വന്ന് കിട്ടിയ അവസരങ്ങൾ, പൊന്നാനി പാടാൻ, കളരിയിലും അരങ്ങിലും പൊന്നാനി പാടാനുള്ള അവസരം ശരിക്ക് എമ്പ്രാന്തിരി പ്രയോജനപ്പെടുത്തി. ഗായക പീതാംബരം എന്ന് പറയുന്ന പ്രസിദ്ധനായ കർണാടക സംഗീതജ്ഞൻ്റെ കീഴിൽ കർണാടക സംഗീതം ശരിക്ക് പഠിച്ചു. പാടാൻ ഒരുപാട് അരങ്ങുകളൊന്നും ഉണ്ടായി. മഹാന്മാരായിട്ടുള്ള കലാകാരന്മാർ, പള്ളിപ്പുറം ഗോപാലൻ നാരായണനെ പോലെയുള്ള ആശാന്മാരുണ്ടായിരുന്നു. അവരുടെ കീഴിലൊക്കെ അവരുടെ കൂടെ പ്രവർത്തിച്ച് നല്ല ഒന്നാന്തരമായിട്ട് ഒരു ഗായകൻ എന്നുള്ള പേര് എമ്പ്രാന്തിരിക്ക് നടത്താച്ചു. ഞാൻ ആദ്യം ഒരു കുചേലവൃത്തം ഇവിടെ ആദ്യമായിട്ട് നാട്ടുകാർ ശ്രദ്ധിക്കുന്ന എമ്പ്രാന്തിരി അന്നാണ്. കലാനിലയത്തിൻ്റെ ഒരു കളി, പുത്തിരിയുടെ വഴിപാട് കളിക്ക് അന്ന് കുചേലവൃത്തം പാടിയപ്പോൾ എല്ലാവരും പറയും അതുവരെ കേട്ട അനുഭൂതിയല്ല. കുചേലവൃത്തം എത്രയോ വെങ്കടേശ്വര ഭാഗവതർ തൊട്ട് നമ്പീശ്വരാശൻ തൊട്ട് എത്രയോ വലിയ ഭാഗവതരന്മാരുടെ കുചേലവൃത്തം കേട്ട ആൾക്കാർക്ക് എമ്പ്രാന്തിരിയുടെ കുചേലവൃത്തം പാടി കേട്ടപ്പോൾ അതിനെന്തോ സവിശേഷത തോന്നി. കഥകളിപ്പാട്ട് എത്രയായാലും ശാസ്ത്രീയമായ ശ്രുതി പോലും ചേർന്ന് പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞ ദിക്കിൽ നിന്ന് എമ്പ്രാന്തിരിയുടെ കഥകളി സംഗീതം കേൾക്കാൻ വേണ്ടി പ്രസിദ്ധരായിട്ടുള്ള കർണാടക സംഗീതജ്ഞർ വന്നു ചേരുന്നൊരവസ്ഥ. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 10-15 കൊല്ലം കഥകളിക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ആകർഷിച്ചത് എമ്പ്രാന്തിരിയും ഹരിദാസും കൂടെ ചേർത്ത് നൽകിയ ആ സംഗീതം തന്നെയായിരുന്നു. വെള്ളയൂർ AUP സ്കൂളിൽ അധ്യാപകനായിരുന്നു ശ്രീധരൻ മാഷ്. ഇദ്ദേഹം ഇപ്പോൾ വടക്കാഞ്ചേരിക്കടുത്ത് പാർലിക്കാട് ഒരു ആശ്രമമുണ്ട്. ആ ആശ്രമത്തിൻ്റെ അധിപനായിട്ട് കുറച്ച് കാലങ്ങളായിട്ട് അവിടെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ആ സമയത്ത് കലാമണ്ഡലത്തിൽ പാട്ടിന് കുട്ടികളെടുക്കുന്നുണ്ട്. എന്നാൽ നോക്ക് ശങ്കരനെ എങ്ങനെയെങ്കിലും അവിടേക്ക് പറഞ്ഞയക്കണം എന്ന് മാനേജർ നമ്പൂരി ആവശ്യപ്പെട്ട പ്രകാരമാണ് അദ്ദേഹത്തെ കൊടുന്നിട്ട് കലാമണ്ഡലത്തിൽ ചേർത്തത്. സാധാരണ നിലപാടിൽ അദ്ദേഹം ഒരു കുട്ടി എന്നുള്ള പ്രത്യേകമായിട്ടുള്ളൊരു യോഗ്യതകളൊന്നും അദ്ദേഹത്തിന് പറയാനില്ല. ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് എന്ന നിലയ്ക്ക് മാത്രം ശാന്തനായിരുന്നു. അങ്ങനെ പാട്ടിൻ്റെ താല്പര്യം എന്നുള്ളത് ഇത് വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ അധ്യാപകന്മാരായിട്ട് അവിടെ തന്നെ പത്തായപ്പുരയിൽ തന്നെ 2-3 നമ്പൂരി മാഷന്മാരുണ്ടായിരുന്നു. കൂട്ടത്തിൽ അടുത്ത് തന്നെ താമസിക്കുന്ന ആളായിരുന്നു ഞാൻ. അപ്പോൾ അമ്പലത്തിൽ നിത്യേന കുളിച്ച് തൊഴുകാൻ ചെല്ലുമ്പോൾ ഇവരെ ആ വീട്ടുകാരായിട്ട് ബന്ധമുണ്ട്. ആ നിലയ്ക്കാണ് ഇത്. അപ്പോൾ സ്വന്തം കുട്ടി എന്ന നിലയ്ക്ക് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. പിന്നീട് കലാമണ്ഡലത്തിൽ വന്നു, പഠിച്ചു, യോഗ്യനായി. പാട്ട് കേട്ട അന്നത്തെ എൻ്റെ അറിവ് അദ്ദേഹം പഠിക്കുന്ന കുട്ടികളിൽ മിടുക്കൻ എന്ന് പറയാൻ മാത്രമുള്ള മിടുക്കത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് അദ്ദേഹം ഇതിലേക്ക് താല്പര്യപ്പെട്ടു വന്നതും. അദ്ദേഹം മാത്രമല്ല, നല്ല പാട്ടുകാരനാവുക എന്നതിനേക്കാൾ അധികം തൻ്റെ വ്യക്തിത്വം പതിക്കാനുള്ളതായ നിലയിൽ ചിലത് ചെയ്യണം എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടാണ് കഥകളി പാട്ട് കച്ചേരി ആക്കിക്കൊണ്ട്
ഉള്ളതായ ഏർപ്പാടും അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള പിന്നെ കഥകളിയിലത്തെ പാട്ടിൽ അദ്ദേഹത്തിൻ്റെ മാർഗം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്ന പലതും വന്നിട്ടുണ്ട്. ആ നിലയ്ക്കാണ് ഉള്ളത്. അപ്പോൾ ഒരു സാധാരണ കുട്ടി എന്ന നിലയ്ക്ക് വളർന്നു വന്ന് ഇപ്പോൾ ഏറ്റവും നല്ലൊരു ആളായിക്കൊണ്ട് ഇതിപ്പോൾ പറഞ്ഞാൽ വെള്ളയൂർ ആ ദേശത്തിൽ ഇങ്ങനൊരാൾ ഉണ്ടായി എന്ന് പറഞ്ഞത് എന്തോ അവിടുത്തെ ദേവിയുടെ ഒരു മഹാത്മ്യം കൊണ്ട് മാത്രമാണ്. ഇനി എൻ്റെ കുടുംബത്തെ കൂടി ഞാൻ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. ഇത് സാവിത്രി. അപ്പുറത്ത് ഇരിക്കുന്നത് എൻ്റെ മൂത്ത മകൾ സിന്ധു. എനിക്ക് 2 പെൺകുട്ടികളാണ്. രണ്ടാമത്തെ മകൾ ഷാർജയിലാണ്, അവർ രശ്മി. സിന്ധുവിൻ്റെ മക്കളാണ് മൂത്തത് നയന, മറ്റേത് നീരജ്. ഇവരെ കല്യാണം കഴിക്കുന്നത് കൃഷ്ണൻ, അയാൾ മസ്കറ്റിലാണ്. രണ്ടാമത്തെ മകളെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഹരി ദുബായിലാണ്. ഞാൻ വേളി കഴിച്ചിരിക്കുന്നത് മഞ്ചേരി കരുവമ്പ്രം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. ആത്തൂട്ട് മന എന്നാണ് അവരെ സ്വതം മഠത്തിന് പറയുക. 1970 നവംബർ 30 ആയിരുന്നു ഞങ്ങളുടെ വിവാഹം. അന്ന് എനിക്ക് 25 വയസ്സാണ്. ഞാൻ ഒരു സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ചൊരു എമ്പ്രാന്തിരിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ കുടുംബത്തെ പറ്റിയിട്ട് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. എൻ്റെ കൊക്കിൽ ഒതുങ്ങുന്നത് ഞാൻ കൊത്തു. എനിക്ക് അതുമാതിരി സാധാരണ ഒരു എമ്പ്രാന്തിരി കുടുംബത്തിൽ നിന്ന് ഒരു സാധു കുട്ടിയെ വേളി കഴിക്കണം. പക്ഷേ എനിക്ക് ആ മോഹത്തിൻ്റെ ഒപ്പം ചില നിർബന്ധങ്ങളുണ്ടായിരുന്നു. ഞാൻ ഒരു സ്ത്രീധനത്തിൻ്റെ കാര്യത്തിലോ പണ്ടത്തിൻ്റെ കാര്യത്തിലോ യാതൊരു തരത്തിലും ഒരു ഡിമാൻഡും പറയില്ല, മേടിക്കില്ല എന്നൊക്കെ എനിക്ക് എൻ്റെ മനസ്സിൽ ചില ഉറച്ച തീരുമാനങ്ങളായിരുന്നു. അതിപ്പോൾ എവിടുന്നായാലും വിരോധമില്ല. അപ്പോൾ അതുകൊണ്ട് സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് വേളി കഴിക്കുന്നുള്ളത് അത് എനിക്ക് എൻ്റെ ഉദ്ദേശമാതിരി നടക്കുകയും ചെയ്തു. വേളിയൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ കേട്ട് പരിചയം പോലും ഇല്ല ഇങ്ങനെ ഒരാളെ. പക്ഷേ ഏട്ടന്മാർക്കൊക്കെ അറിയായിരുന്നു. അവർ പറഞ്ഞു ജുബയൊക്കെ ഇട്ട് വെറ്റിലൊക്കെ മുറുക്കി ചോമ്പിച്ച് കോളാമ്പിയൊക്കെ കൊണ്ടിലാണ് കഥകളി ഭാഗവതരൊക്കെ എന്ന് പറഞ്ഞ് അവരെന്നെ കളിയാക്കിയിരുന്നു. പക്ഷെ വേളി കഴിഞ്ഞപ്പോഴല്ലേ ഇതൊന്നുമല്ല, വീഡിയോ ഒരു ദുസ്വഭാവങ്ങളും ഇല്ലാത്ത ഒരാളായിരുന്നു. പിന്നീടാണ് മനസ്സിലായത്. അച്ഛൻ്റെ പാട്ട് ഞങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞതാന്ന് പറയാം. ജനിച്ചപ്പോൾ തൊട്ടിങ്ങനെ കേൾക്കണതല്ലേ. അച്ഛനെല്ലാ അംഗീകാരങ്ങളും കിട്ടിയതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് ശാരീരികമായിട്ടുള്ള വിഷമങ്ങളൊക്കെ ഇവരുടെ എൻ്റെ ഭാര്യയുടെയും കുട്ടികളുടെയും മരുമക്കളുടെയും എല്ലാവരുടെയും പരിചരണത്തിൽ സുഹൃത്തുക്കളുടെയും തന്നെ പറയട്ടെ, ഞാനതൊക്കെ മറന്ന് പോവുകയാണ്. എനിക്കിന്നും പാടാനൊന്നും വിഷമമില്ല. അത്യാവശ്യം പോകണമെങ്കിൽ അതിനും വീൽ ചെയറിലാണെങ്കിലും പോകേണ്ട സ്ഥലത്ത് പോകുന്നുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. എന്നെ മാനസികമായിട്ട് ആരും ഇതുവേണം തളർത്താത്തിടം കാലം ഞാനും തളർന്നിട്ടില്ല. അത് എത്ര കാലം ഉണ്ടാവുമെന്നുള്ള എനിക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഞാൻ ഭഗവാനോട് തുൽപാദം ചേരോളവും അല്പേതരയാം ഭക്തി എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ കഴിയുന്നത്.